തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ക്രിസ്തുമസ് അനുകമ്പയുടെ തിരുനാളാണ്. ദൈവം യേശു ക്രിസ്തുവിലൂടെ മനുഷ്യരാശിയോട് കാണിച്ച ഏറ്റവും വലിയ അനുകമ്പയുടെ ഓർമ്മ. ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും സന്തോഷത്തോടു കൂടി നേരുകയാണ്. പാപത്തിൻ്റെ ദംശനമേറ്റ മനുഷ്യരാശി മൃതപ്രായമായപ്പോൾ ദൈവം യേശുക്രിസ്തുവിലൂടെയാണ് ആ മനുഷ്യരാശിയെ രക്ഷയിലേക്കും നിത്യജീവിതത്തിലേക്കും നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നൽകപ്പെട്ട ഔഷധമാണവൻ. അവനെ സ്വീകരിക്കുന്നവർക്കാണ് അത് രക്ഷയിലേക്കും അത് നിത്യജീവനിലേക്കുമുള്ള മാർഗമായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സർവ്വജനത്തിനും വേണ്ടി നൽകപ്പെട്ട ഔഷധമാണ്. അവനെ സ്വീകരിക്കുന്നവർക്ക് അത് നിത്യജീവന് വേണ്ടി പരിണമിക്കുന്നു എന്നുള്ളതാണ് ഈ ദിനത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. മറിയത്തെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ മറിയമായിരുന്ന സ്ഥലം അത് നസറത്താണ്. ഈ നസറത്തിനെ പറ്റി അത്ര നല്ല വാക്കുകളൊന്നുമല്ല നമുക്ക് വചനത്തിൽ വായിച്ചെടുക്കാൻ കഴിയുക. നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്ന് നഥാനിയേൽ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നസറത്ത് അല്പം കുപ്രസിദ്ധി ഉണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെയായിരുന്നു വിശുദ്ധയായ മറിയം ജീവിച്ചിരുന്നത്. അപ്പോൾ സാഹചര്യങ്ങൾ മോശമായിരുന്നിട്ടും മറിയം വിശുദ്ധയായി നിലനിന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു മാതൃകയാണ്. നമ്മൾ പലപ്പോഴും പഴിക്കാറുണ്ട്, എൻ്റെ സാഹചര്യങ്ങൾ മോശമായതുകൊണ്ടാണ് ഞാൻ മോശമായി പോയത്, എൻ്റെ കൂട്ടുകാർ മോശമായതുകൊണ്ടാണ് ഞാൻ മോശമായി പോയത്. എന്നാൽ മോശമായ സാഹചര്യങ്ങൾക്കിടയിലും വിശുദ്ധയായി വിശുദ്ധനായി നിലനിൽക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാധ്യതയാണ് പരിശുദ്ധ മറിയം. ഈ മറിയം നമുക്ക് ഈ ഒരു ക്രിസ്മസിൻ്റെ ജീവിത വഴികളിൽ മഹനീയമായ ഒരു മാതൃകയാണ് നൽകുന്നത്.
മറിയം എളിമയുടെ സ്ത്രീയായിരുന്നു. എന്താണ് ഈ എളിമ? മനുഷ്യരുടെ മുമ്പിൽ വളഞ്ഞു നിൽക്കുന്നതോ കുനിഞ്ഞു നിൽക്കുന്നതോ ഒന്നുമല്ല എളിമ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ യേശുക്രിസ്തു എങ്ങനെയാണ് തന്നെ തന്നെ എളിമപ്പെടുത്തിയത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ അനുസരണം മൂലം തന്നെ തന്നെ എളിമപ്പെടുത്തി എന്നാണ് നമ്മൾ വായിക്കുക. അപ്പോൾ അനുസരണമാണ് എളിമപ്പെടുത്തലിൻ്റെ ഏറ്റവും വലിയ മാർഗമെന്ന് പറയുന്നത്. സ്വന്തം ഇഷ്ടങ്ങളെ ഓരോ നിമിഷവും ബലി കഴിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നതാണ് എളിമപ്പെടുത്തൽ എന്ന് പറയുക. ആ എളിമ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ദൈവ കൃപ നിറയുന്ന അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനാവുക. രണ്ടാമത്തെ മറിയത്തിൻ്റെ ഒരു പ്രത്യേകത, മറിയം ദൈവ സന്നിധിയിൽ കൃപ കണ്ടെത്തിയ വ്യക്തിയായിരുന്നു. ആ മറിയത്തോട് ദൂതൻ പറയുകയാണ്, നീ ഭയപ്പെടേണ്ട. കൃപ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ചില ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ ദൈവം നൽകുന്ന ബലമാണ്. അപ്പോൾ ഈ ബലം ദൈവത്തിൽ കണ്ടെത്തിയ വ്യക്തിയാണ് പരിശുദ്ധ മറിയം. ഈ മറിയത്തിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ ലോകത്തിലെ ഭൗതികതയിൽ ധാരാളം നമ്മൾ ആശ്രയിക്കുമ്പോൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ് ഈ ബലം. അതുകൊണ്ട് മറിയം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ മാതൃക എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നിരന്തരം ബലം കണ്ടെത്തുക എന്നുള്ളതാണ്. സ്വർഗം തുറന്നിറങ്ങിയേശു മനുഷ്യനായി ദൂരെ
യൗസേപ്പ് നൽകുന്ന മഹനീയമായ ചില ജീവിത മാതൃകകളുണ്ട്. യൗസേപ്പിനെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത് അവൻ നീതിമാനായിരുന്നു എന്നുള്ളതാണ്. അവൻ ധനികനായിരുന്നു, അവൻ ബുദ്ധിമാനായിരുന്നു എന്നല്ല പറയുക, മറിച്ച് അവൻ നീതിമാനായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരാൾ നീതിമാനാകുന്നത്, വിശുദ്ധനാകുന്നത്? അതിൽ മറുപടി വചനം പറയുന്നുണ്ട്. ഇപ്രകാരമാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വായിക്കുക: നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർ തൃപ്തരാക്കപ്പെടും. അപ്പോൾ നീതിക്ക് വേണ്ടി ഒരു വിശപ്പ് ആവശ്യമാണ്, നീതിക്ക് വേണ്ടി ഒരു ദാഹം ആവശ്യമാണ്. വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹവും വിശുദ്ധിക്ക് വേണ്ടിയുള്ള വിശപ്പും അതിനനുസരിച്ചാണ്, അതിനാനുപാതികമായിട്ടാണ് നമ്മൾ തൃപ്തരാക്കപ്പെടുന്നത്. എത്രത്തോളം വിശപ്പുണ്ടോ അത്രത്തോളം തൃപ്തി നമുക്ക് ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കും. എനിക്ക് ഇത്രയുമൊക്കെ വിശുദ്ധി മതി എന്നൊരാൾ ചിന്തിച്ചാൽ അത്രയും മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ യൗസേപ്പ് പിതാവ് നൽകുന്ന മഹനീയമായ ഒരു മാതൃക നീതിക്ക് വേണ്ടി അളവില്ലാത്തതുപോലെ വിശക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, യൗസേപ്പ് നൽകുന്ന മറ്റൊരു മാതൃക, യൗസേപ്പ് മറിയത്തെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധിയുടെ അല്ലെങ്കിൽ നീതിമാൻ്റെ ഏറ്റവും സവിശേഷമായ ഒരു പ്രത്യേകത, ആരെയും അവൻ അപമാനിതനാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഹി ഡിഡ് നോട്ട് വാണ്ട് ടു എക്സ്പോസ് ദ സിൻസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, കുറവുകൾ അത് വേറൊരാളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അനുവർത്തിക്കേണ്ട ഒരു കാര്യവും അതുതന്നെയാണ്. എല്ലാവരുടെ കുറവുകളും കുറ്റങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയ വഴിയും മറ്റ് പല മാധ്യമങ്ങൾ വഴിയുമൊക്കെ നമ്മൾ പ്രചരിപ്പിക്കുകയും മനുഷ്യരുടെ ഉള്ളിൽ വിദ്വേഷം കുത്തി നിറയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ യൗസേപ്പ് നൽകുന്ന മഹനീയമായൊരു മാതൃകയുണ്ട്. മറ്റുള്ളവരുടെ കുറവുകൾ ആരുടെയും മുമ്പിൽ പരസ്യമാക്കാതിരിക്കുക. Sham
ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് കർത്താവിൻ്റെ 2 വരവുകൾക്കിടയിലാണ് മനുഷ്യരാശിയുടെ ചരിത്രം മുഴുവൻ നിലനിൽക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ഒരു വലിയ തലമുറകളുടെ എങ്കിൽ ഇപ്പോൾ കർത്താവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആദ്യത്തെ വരവിൽ അവനെ സ്വീകരിക്കാനായ വ്യക്തികൾക്ക് ഉണ്ടായിരുന്ന ചില സവിശേഷമായ ഗുണഗണങ്ങളുണ്ട്. അത് അതേ രീതിയിൽ അനുവർത്തിക്കുന്നവർക്ക് മാത്രമേ അവൻ്റെ 2ാമത്തെ വരവിലും അവനെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ മറിയത്തിനും യൗസേപ്പ് പിതാവിനും അവൻ്റെ ആദ്യത്തെ വരവിൽ അവനെ സ്വീകരിക്കാൻ സാധിച്ചുവെങ്കിൽ അവരിൽ വിളങ്ങി നിന്ന സവിശേഷമായ പുണ്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്നവർക്ക് മാത്രമാണ് അവനെ ഈ കാലഘട്ടത്തിലും ഉള്ളിൽ സ്വീകരിക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധ മറിയത്തിൻ്റെ അടുത്ത് ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുന്ന കാര്യം ഇതാണ്: കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അപ്പോൾ മറിയത്തിൻ്റെ പ്രത്യേകത അവൾ കൃപ നിറഞ്ഞ മറിയമായിരുന്നു എന്നുള്ളതാണ്. കൃപ അവളിൽ നിറയാൻ കാരണമായി തീർന്നത് അവളുടെ ജീവിതത്തിലുണ്ടായിരുന്ന എളിമയാണ്. ഇപ്രകാരം നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്: ദൈവം അഹങ്കാരികളെ വെറുക്കുന്നു, എളിമയുള്ളവർക്ക് കൃപ നൽകുന്നു. മനുഷ്യരാശിയോട് ദൈവം കാണിച്ച ഏറ്റവും വലിയ കരുണയുടെ അടയാളമായിരുന്നു ക്രിസ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു തിരുനാൾ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും ബി മേഴ്സിഫുൾ ടു അതേഴ്സ്, മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കുക. നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ എപ്പോഴും മറ്റുള്ളവർക്ക് ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്. അത് നമ്മൾ പലപ്പോഴും നൽകുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡിലുള്ള ആളുകൾക്കൊക്കെ തന്നെയായിരിക്കും. പക്ഷേ ഒരിക്കലും ക്രിസ്മസ് അർത്ഥപൂർണമാകുന്നത് അത്തരത്തിലുള്ള നൽകലുകളല്ല, മറിച്ച് നമ്മൾക്ക് തിരിച്ച് അത്തരത്തിൽ ഒരു തരത്തിലുമുള്ള നന്മ നൽകാൻ കഴിയാത്തവർക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴാണ്, നന്മ നൽകുമ്പോഴാണ് ക്രിസ്മസ് അർത്ഥപൂർണമാകുന്നത്. അപ്പോഴാണ് നമ്മൾ കരുണയുടെ മുഖമുള്ളവരായി മാറുക. കരുണയുടെ മുഖമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുഖം തന്നെയാണ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ആരോടെങ്കിലും അനുകമ്പ കാണിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയ സന്തോഷമുണ്ടാകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അവരിലൊരു ദൈവീകതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എവിടെയെങ്കിലും അനുകമ്പ നിഷേധിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. അത് സൂചിപ്പിക്കുന്നത് അത് പൈശാചികമാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ദൈവീകരായി മാറുന്നത്. ഈ ക്രിസ്മസ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് എപ്പോഴും മറ്റുള്ളവരുടെ ഇത്തരത്തിൽ അനുകമ്പയുള്ളവരായിരിക്കുക എന്നുള്ളത്.
ജയ് ഹിന്ദ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും സന്തോഷത്തോടു കൂടി നേരുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.